കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ യാദവ കൃഷ്ണ നന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ യാദവ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മനമോഹന കൃഷ്ണ മനമോഹന കൃഷ്ണ രാധാ മനമോഹന കൃഷ്ണ രാധാ മനമോഹന കൃഷ്ണ ഗോദാ മനമോഹന കൃഷ്ണ ഗോദാ മനമോഹന കൃഷ്ണ മീരാ മനമോഹന കൃഷ്ണ മീരാ മനമോഹന കൃഷ്ണ മേരാ മനമോഹന കൃഷ്ണ മേരാ മനമോഹന കൃഷ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. വൃത്രാശ്രമോപാഖ്യാനം അറിഞ്ഞപ്പോൾ പരീക്ഷിത്ത് ചോദിക്കുന്നു, രജസ്തമസ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാപ്മനഃ. അസുരന്മാർ പറയുന്നത് രജോ ഗുണ തമോ ഗുണമുള്ളവരാണ് കൂടുതൽ. അവരുടെ ഗുണം അനുസരിച്ചിട്ടാണ് നമ്മൾ അസുരനാണോ ദേവനാണോ എന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ സാക്ഷാത് ദേവൻ്റെ പുത്രനാണ്, അത് ദേവേന്ദ്രൻ്റെ പുത്രൻ ജയന്തൻ കാക്കയുടെ രൂപം സ്വീകരിച്ച് സീതാദേവിയെ ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് നമ്മൾ അയാൾക്ക് എന്ത് പേരിട്ടു? കാകാസുരൻ. ദേവൻ്റെ പുത്രല്ലേ, കാക്കദേവൻ അങ്ങനെ പറയാറുള്ളൂ. കാക്കദേവൻ പറയാറില്ല. അസുരസ്വഭാവം കാണിച്ചതുകൊണ്ട് കാകാസുരൻ. അതേപോലെ അസുരൻ്റെ പുത്രനാണ് പ്രഹ്ലാദൻ. ഹിരണ്യകശിപു അസുരനല്ലേ, അസുരൻ്റെ പുത്രനായതുകൊണ്ട് പ്രഹ്ലാദ അസുരൻ ഒരാളും പറയാറില്ല. ഭക്ത പ്രഹ്ലാദൻ, പ്രഹ്ലാദ ആഴ്വാൻ എന്ന് പറയാം. അപ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഇവർ ദേവനാണോ അസുരനാണോ തീരുമാനിക്കേണ്ടത്. സാധാരണ രീതിയിൽ രജസ്തമസ്വഭാവസ്യ രജോഗുണ തമോ ഗുണത്തിൽപ്പെട്ട വൃത്രാസുരനുക്ക് നാരായണേ ഭഗവതി, ഭഗവാൻ ഗുരുവായൂരപ്പനിടത്തിൽ എങ്ങനെ ഭക്തി ഉണ്ടായി? കാരണം സത്വഗുണം വർദ്ധിക്കുമ്പോഴാണ് വിഷ്ണു ഭക്തി ചെയ്യുന്നത്. രജോ ഗുണ തമോ ഗുണമുള്ളവർ മിക്കവാറും ഭൂതപ്രേത പിശാചങ്ങളെ യക്ഷി പിന്നെ കുട്ടിച്ചാത്താൻ അങ്ങനെയാണ് അവർ ആദ്യം തുടങ്ങുള്ളൂ. പെട്ടെന്ന് കാര്യസാധ്യതയ്ക്ക് ഇങ്ങനെ സാധാരണ ക്ഷുദ്രദേവന്മാരെ ആശ്രയിച്ചാൽ മതി. അങ്ങനെ സാധാരണ തമോ ഗുണമുള്ളവർ അതുപോലെ സാധാരണ ദേവന്മാരെ ആശ്രയിച്ച് പതുക്കെ പതുക്കെ വരുള്ളൂ ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. അപ്പോൾ രജോ ഗുണത്തിൽ തമോ ഗുണത്തിൽപ്പെട്ട വൃത്രാസുരനുക്ക് നാരായണടത്തിൽ എങ്ങനെ ഭക്തി ഉണ്ടായി? ദേവാനാം ശുദ്ധസത്വാനാം ഋഷീണാം ച അമലാത്മനാം. ശുദ്ധസത്വഗുണമുடைய ദേവന്മാർക്ക് പോലും ശുദ്ധഹൃദയമുடைய ഋഷീശ്വരന്മാർക്ക് പോലും ഇതുപോലെ ഒരു ഭക്തി ഉണ്ടായി. സാധാരണ ഭക്തി എല്ലാവർക്കും ഉണ്ടാവും.
ഈ പ്രഹ്ലാദനെ പോലെ അല്ലെങ്കിൽ ഗോപികമാരെ പോലെ ഒരു ഭക്തി ഈ വൃത്രാസുരനുക്ക് എങ്ങനെ ഉണ്ടായി? അത് അത്ഭുതം തന്നെയാണ്. രജോബിസ്, ഈ ലോകത്തിൽ എത്ര ജീവികൾ ജനിക്കുന്നു? ഈ ഭൂമിയിലെ രജസ്, ഈ പുഴുതി കണക്കിന് പല ജീവന്മാർ ജനിക്കുന്നു. അതിൽ കുറച്ച് ആളുകൾ മാത്രമേ തേഷയെ കേചനേഹന്തെ ശ്രേയോ വൈ മണുജാതിയ, ചില ആളുകൾ മാത്രമേ ശ്രേയസ് വേണം ആഗ്രഹിക്കുന്നവർ. ശ്രേയസ് പറഞ്ഞാൽ നമുക്ക് ഏതാണ് നന്മ അത് ശ്രേയസ്. പ്രേയസ് പറഞ്ഞാൽ നമുക്ക് ഏതാണ് ഇഷ്ടം അത് പ്രേയസാണ്. പ്രേയസ് പറഞ്ഞാൽ ഇപ്പോൾ ഷുഗർ ഉള്ള ആൾക്ക് ഇഷ്ടം എന്താണ്? ഷുഗറാണ്. പക്ഷെ അത് ഇഷ്ടമായാലും അത് നല്ലതില്ല. അത് പ്രേയസായാലും അത് നന്നാവില്ല, അത് നല്ലതില്ല. ഷുഗർ കഴിക്കാതെ ഇരിക്കുന്നതാണ് അയാൾക്ക് നല്ലത്. അപ്പം ഇഷ്ടം എല്ലാം നന്നാവണം, നല്ലതായിക്കോളണം നിർബന്ധമില്ല. അപ്പോൾ ശ്രേയസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ച് ആളുകളേ ഉള്ളൂ. അതിൽ മുമുക്ഷുക്കൾ കുറച്ച് ആളുകളേ ഉള്ളൂ. പ്രായോ മുമുക്ഷവസ്തേഷാം കേചനൈവ ദ്വിജോത്തമ. മോക്ഷം പ്രാപിക്കണം ആഗ്രഹിക്കുന്നവർ കുറച്ചേ ഉള്ളൂ. അങ്ങനെ മോക്ഷം പ്രാപിക്കാൻ ശ്രമിക്കുന്നവരെ 1000 ആളുകളിൽ മുക്താനാമപി സിദ്ധാനാം നാരായണപരായണ, അതിൻ്റെ കോടിയിൽ ഒരാൾക്ക് മുക്തി കിട്ടും. അങ്ങനെ മുക്തി കിട്ടിയ മുക്തന്മാർക്കും സിദ്ധന്മാർക്ക് ഇടയിൽ കോടിയിൽ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഭക്തി കിട്ടുള്ളൂ. ഈ അസുരനുക്ക് എങ്ങനെ ഭക്തി കിട്ടി ചോദിച്ചപ്പോഴാണ് വൃത്രാസുരൻ്റെ പൂർവജന്മ കഥ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഈ കഥ പല മഹാത്മാക്കളിൽ നിന്നും കേട്ടതാണെന്ന് ഇവിടെ ശുകാചാര്യൻ പറയുന്നു. ഞാൻ പല മഹാത്മാക്കളുടെ അടുത്ത് കേട്ടതാണ്. ശ്രുതം ദ്വൈപായന മുഖാത് നാരദാത് ദേവലാദപി. എൻ്റെ അച്ഛൻ പണ്ട് ഉപദേശിച്ചിട്ടുണ്ട്. പിന്നെ നാരദൻ ഒരു സപ്താഹം ചെയ്യുമ്പോൾ അവിടെയും ഈ കഥ കേട്ടിട്ടുണ്ട്. ദേവലൻ എന്ന പേരുള്ള മഹർഷി അദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പല മഹാത്മാക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം കൂടുതൽ ഉറപ്പുള്ള ചരിത്രം എന്നാണ്. പണ്ട് ശൂരസേന ദേശത്തിൽ ചിത്രകേതു എന്നുള്ള രാജാവ് ഉണ്ടായിരുന്നു. ആ ചിത്രകേതുവിന് വിവാഹം കോടി ഭാര്യമാരെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. തസ്യ ഭാര്യ സഹസ്രാണാം സഹസ്രാണി ദശാഭവന്. കോടി ഭാര്യ പറഞ്ഞാൽ ശരിക്കും ഇയാളാണ് കറോഡ്പതി. കോടി പതി എന്ന് പറയാറുണ്ടല്ലോ. കോടി പൈസക്കില്ല, കോടി ഭാര്യയ്ക്ക് പതി. ഇതൊക്കെ താത്വികമായി ചിന്തിക്കേണ്ടതാണ്. ചിത്രകേതു പറഞ്ഞാൽ ചിത്രകേതു മനസ്സാണ് ഇങ്ങനെ ചിത്രമൊക്കെ വരച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ് പറയേണ്ടി വരും. ഇപ്പോൾ പണ്ട് ഈ സൂര്യസേനക്ക് കോടി ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് കോടി ആഗ്രഹങ്ങളാണ് വർദ്ധിക്കുന്നത്. ഈ ചിത്രകേതുവിന് കോടി സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടും സന്താന ഭാഗ്യം ഇല്ല. അപ്പോഴാണ് അംഗിരസ് മഹർഷി അവിടെ വന്നു മഹാത്മാവോട് പ്രാർത്ഥിച്ചു, എനിക്ക് സന്താനം വേണം. അപ്പോൾ അദ്ദേഹം ത്വഷ്ടാന ദേവനെക്കുറിച്ച് ഒരു യാഗം ചെയ്തു. അതിൻ്റെ പ്രസാദം കൊടുത്തു. അത് ജ്യേഷ്ഠ ഭാര്യയ്ക്ക് കൊടുത്തു. ചിത്രകേതുവിൻ്റെ ജ്യേഷ്ഠ ഭാര്യ കൃതദ്യുതി എന്നാണ് പേര്. അവൾ കഴിച്ചപ്പോൾ എന്തായി? അവൾക്ക് മാത്രം പുണ്യമുണ്ടായി. ഇപ്പോൾ രാജാവ് എപ്പോഴും ആ ജ്യേഷ്ഠരാണി മൂത്തരാണി കൊട്ടാരത്തിൽ തന്നെ ചിരതാമസമായി. ബാക്കി റാണികളുടെ അടുത്ത് ചെല്ലുന്നില്ലേ. അവർക്ക് സങ്കടമുണ്ടായി. ഈ ഉണ്ണി ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ അടുത്ത് വരണില്ലേ എന്ന് വിചാരിച്ച് അവരെ ചെയ്തു, വിഷം കൊടുത്തു. ആ ഉണ്ണിയെ കൊന്നു, വധം ചെയ്തു. ഉണ്ണി പോയപ്പോൾ കൊട്ടാരത്തിൽ കൂട്ട് കരച്ചിലായി. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അംഗീരസ മഹർഷിയും നാരദനും അവിടെ എത്തിച്ചേർന്നു. രാജാവിനോട് ചോദിച്ചു, എന്തിനാ കരയുന്നു? കുട്ടി മരിച്ചു. കുട്ടി പോയല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ശരീരമുണ്ട്, പക്ഷേ ജീവൻ പോയല്ലോ. അപ്പോൾ നാരദൻ ജീവനെ വിളിക്കാൻ പറഞ്ഞ് മരിച്ചു പോയ ജീവനെ തിരിച്ച് വിളിച്ചു വരുത്തി. അങ്ങനെയൊക്കെ പറ്റുമോ ചോദിച്ചാൽ മഹാത്മാക്കൾക്ക് പറ്റും. നമ്മളൊക്കെ പോയാൽ തിരിച്ചു വരുത്താൻ നമുക്ക് ശക്തിയില്ലേ. നാരദനാ ഉണ്ണിയെ തിരിച്ച് വിളിച്ചു. നിൻ്റെ അച്ഛനമ്മമാർ കരയുന്നു, ഒന്ന് എഴുന്നേൽക്കൂ, രാജ്യഭരണം നോക്കണ്ടേ എന്ന് വിളിച്ചപ്പോൾ ആ ജീവൻ ഇവിടെ സംസാരിക്കുന്നു. ഏത് ജന്മത്തിൻ്റെ അച്ഛനമ്മമാരാണ് ഇവർ? കസ്മിൻ ജന്മണി അമീമഹ്യം. പല ജന്മങ്ങൾ ഞാൻ എടുത്തു. പല ജന്മത്തിൽ പല അച്ഛനന്മാരെ കണ്ടിട്ടുണ്ട്. പല ആളുകൾക്ക് അച്ഛനന്മാരെ ആയിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ പൂർവ്വജന്മമൊക്കെ ഓർത്താൽ പിന്നെ നമുക്ക്
ഒന്നും ചിന്തിക്കാൻ വയ്യ. ജനക മഹാരാജാവ് തൻ്റെ ഗുരുനാഥനോട് ചോദിച്ചു, എൻ്റെയും എൻ്റെ ഭാര്യയെയും പൂർവ്വജന്മം ഒന്ന് പറയാമോ? അപ്പോൾ പറഞ്ഞു, പൂർവ്വജന്മം പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഈ ജന്മത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ ഇടയ്ക്ക് മറക്കുന്നു. പൂർവ്വജന്മത്തിൻ്റെ ഓർമ്മ കൂടി വന്നാൽ നമുക്ക് വളരെ കൂടുതൽ സങ്കടമാവും. പൂർവ്വജന്മത്തിൽ വലിയ കൊട്ടാരത്തിൽ താമസിച്ചിട്ടുണ്ടാവും. അടുത്ത ജന്മത്തിൽ അതേ കൊട്ടാരത്തിൻ്റെ വാതിൽ ഭിക്ഷക്കാരനായി നയിച്ചിട്ടുണ്ടാവും. പൂർവ്വജന്മത്തിൻ്റെ ഓർമ്മ ഉണ്ടെങ്കിൽ പണ്ട് പൂർവ്വജന്മത്തിൽ എൻ്റെ കൊട്ടാരമാണ് പറഞ്ഞ് അത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. പൂർവ്വജന്മത്തിൻ്റെ സ്മൃതി നമ്മൾ ഭഗവാൻ കൊടുത്തിട്ടില്ല. അപ്പം ജനകരാജൻ യാജ്ഞവൽക്യൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണ് പറഞ്ഞപ്പോൾ പൂർവ്വജന്മത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അമ്മയായിരുന്നു, നിൻ്റെ അമ്മ. ഇത് പറഞ്ഞപ്പോൾ പിന്നെ ഭാര്യയുടെ അടുത്ത് പോകാൻ പറ്റുമോ? ഇനി പൂർവ്വജന്മത്തിൻ്റെ കാര്യം ഒന്നും പറയേണ്ട പറഞ്ഞു. അപ്പോൾ പൂർവ്വജന്മത്തിൻ്റെ കാര്യമൊക്കെ ഓർമ്മിക്കാറില്ലേ? ചില മഹാത്മാക്കൾക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടാവും പൂർവ്വജന്മത്തിൽ. അപ്പോൾ ഇവിടെ പല ജന്മത്തിൽ പല ഈ ഇങ്ങടം ഉണ്ടാവാൻ എന്താ കാരണം? ഇത്രയും സ്ത്രീകൾ ഈ ഉണ്ണിയെ കൊള്ളാൻ എന്താ കാരണം? ഈ ഉണ്ണി പൂർവ്വജന്മത്തിൽ ഒരു ആണയായിരുന്നു, ഗജവീരനായിരുന്നു. നടന്ന് മതിച്ച് നടക്കുമ്പോൾ താഴെ കൂടുതൽ എറുമ്പുകൂട്ടം ഉണ്ടായിരുന്നു. ഒരു കൂടുതൽ കോടിക്കണക്കിന് എറുമ്പുകൂട്ടം നടന്നു ചെല്ലുമ്പോൾ ആ അത്രയും എറുമ്പുകളെ നശിപ്പിച്ചു. അപ്പോൾ എന്തായി? ഓരോ കർമ്മത്തിൻ്റെ ഫലം ഉണ്ടല്ലോ. അപ്പോൾ അത്ര എറുമ്പുകളും എന്തായി? അടുത്ത ജന്മത്തിൽ ഇങ്ങനെ റാണിയായി മാറി. ഈ ഗജൻ ഉണ്ണിയായി. അപ്പോൾ ഞങ്ങളെ നശിപ്പിച്ചില്ലേ, ഞങ്ങൾ നശിപ്പിക്കാം. അങ്ങനെ ഓരോരോ കാര്യത്തിനും പൂർവ്വജന്മത്തിൻ്റെ ബന്ധമുണ്ട്. അപ്പോൾ ഈ ഉണ്ണി പറഞ്ഞു, എനിക്ക് ഈ ജന്മം മതി, ഞാൻ പുറപ്പെടാൻ തയ്യാറാണ്. പൈസ പോലെയാണ് ഓരോരോ ജീവനും. നമ്മുടെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ പൈസ വേണം. അടുത്തവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്തവരുടെ പൈസയായി. രാവിലെ പാല് വാങ്ങുമ്പോൾ ഒരു 50 രൂപ കൊടുത്ത് നമ്മൾ പാട് മേടിച്ചു. പാലുകാരൻ 50 രൂപ വേറാളുടെ കയ്യിൽ കൊടുത്തു. ഇങ്ങനെ ആ പൈസ മാറി മാറി അവസാനം വൈകുന്നേരം മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ പച്ചക്കറിക്കാരൻ്റെ കയ്യിൽ ആ 50 രൂപ നോട്ട് നമ്മൾ കണ്ടു. നമ്മുടെ നോട്ടാണ്, അത് ഇത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിക്കാരനോട് പറഞ്ഞു, ഇത് എൻ്റെ പൈസയാണ്, രാവിലെ ഞാനാണ് പാൽക്കാരനത് കൊടുത്തു എന്ന് പറഞ്ഞാൽ തരുവോ? 2 തള്ളു കിട്ടും. നമ്മുടെ കയ്യിൽ ഉള്ളത് വരെ ആ പൈസ നമ്മുടെയാണ്. അടുത്തവർ കൊടുത്താൽ അടുത്തോണ്ടായി. യഥാ വസ്തൂനി പന്യാനി ഹേമാദീനി തതസ്തതഃ പര്യടന്തി നരേഷ്വേവം ജീവോ യോനിഷു കർത്തൃഷു. അതുകൊണ്ട് എന്നെ തിരിച്ച് വിളിക്കേണ്ട എന്ന് പറഞ്ഞ് ആ ജീവൻ പുറപ്പെട്ടപ്പോഴാണ് രാജാവിന് ജ്ഞാനം ഉണ്ടായി. പിന്നെ നാരദൻ്റെ കയ്യിൽ നിന്നും സംകർഷണ മന്ത്രം ഉപദേശം മേടിച്ച് ഇവിടെ പറയുന്നു, യം സപ്തരാത്രം പ്രപഠന് പുമാൻ പശ്യതി കേചരാണ്. നാരദൻ എല്ലാവർക്കും ഉപദേശിക്കുമ്പോൾ മന്ത്രം 7 ദിവസം ജപിച്ചാൽ മതി പറയും. അന്ന് ധ്രുവനക്ക് ഉപദേശിക്കുമ്പോൾ 7 രാത്രി പഠിച്ചോളൂ, ദേവന്മാരെ കാണാനുള്ള യോഗ്യത ഉണ്ടാവും. അവിടെ 7 രാത്രി പറഞ്ഞു. ഇവിടെ 7 പകൽ ജപിച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നു. ധാരയാമാസ സപ്ത അഹം അഭക്ഷസുസമാഹിത. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 7 പകൽ പഠിച്ചപ്പോൾ 7 പകൽ മന്ത്രം ജപിച്ചപ്പോൾ സംകർഷണ ഭഗവാൻ പ്രത്യക്ഷമായി കണ്ടു. സംകർഷണ ഭഗവാൻ വീണ് നമസ്കരിച്ചു, സ്തുതികളൊക്കെ ചൊല്ലി സംകർഷണ ഭഗവാൻ ജ്ഞാനോപദേശം കൊടുത്തു. പിന്നെ ഒരു വിമാനം കൂടി കൊടുത്ത് വിദ്യാധരൻ എന്ന ഒരു സ്ഥാനം കൊടുത്തു. ദേവന്മാരിൽ പല ഭേദമുണ്ടാകും. ഗന്ധർവൻ, വിദ്യാധരൻ, സിദ്ധൻ, ഇങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. വിദ്യാധരന്മാർ, ഗന്ധർവന്മാരൊക്കെ പാടുന്ന ആൾക്കാരാണ്, പാട്ട് ഡാൻസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ വിദ്യാധരൻ്റെ സ്ഥാനം കൊടുത്ത് വിമാനവും കൊടുത്ത് ഓരോ ദിക്കിലും പാടി ഭഗവാന്റെ നാമങ്ങൾ പാടി നടന്നോളൂ പറഞ്ഞപ്പോൾ പാടാൻ ഒപ്പം സ്ത്രീകൾ ഉണ്ടെങ്കിൽ സൗകര്യമാകും. അതുകൊണ്ടാണ് ഒപ്പം പാടാൻ പല സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് ഓരോരോ വിമാനത്തിൽ കയറി ഓരോരോ സ്ഥലത്തിലും ഇങ്ങനെ ഓരോരോ അമ്പലങ്ങളുണ്ടല്ലോ, അവിടെ ഉത്സവകാലത്തിൽ പാടാൻ ഇദ്ദേഹം പോകും. അങ്ങനെ പാടി നടക്കുന്ന സമയത്താണ് കൈലാസത്തിൽ എത്തിച്ചേർന്നത്. കൈലാസത്തിൽ മഹാദേവൻ പാർവതി ദേവിയെ മടിത്തട്ടിൽ വെച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ ചിത്രകേതു പരിഹാസം ചെയ്തു. ബ്രഹ്മവാദി സഭാപതി
അംഗീകൃത്യ സ്ത്രിയം ചാസ്തേ ഗതഹേ പ്രാകൃതോ യഥാ. സാധാരണ പ്രാകൃതന്മാർ പോലും സ്വന്തം ഭാര്യയെ രഹസ്യത്തിലെ മടിത്തട്ടിൽ വയ്ക്കാറുള്ളൂ. ഈ ബ്രഹ്മവാദി ജ്ഞാനോപദേശം ചെയ്യുന്ന മഹാദേവൻ പരസ്യമായിട്ട് പാർവതിയെ മടിത്തട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പരിഹാസിച്ചു. അപ്പോൾ ശിവൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ പാർവതി പറഞ്ഞു, ഞങ്ങൾക്ക് നീ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മഹാത്മാക്കളെ നിന്ദിക്കുന്ന സ്വഭാവം വിഷ്ണു ഭക്തനുക്ക് ഉണ്ടാവാൻ പാടില്ല. നായമർഹതി വൈകുണ്ഠ പാദമൂലോപസർപ്പണം. ശിവനെ നിന്ദിക്കുന്നവർ വിഷ്ണു ഭക്തരാവാൻ ഉള്ള യോഗ്യത ഇല്ല. അതുകൊണ്ട് നീ അസുരനായി ജനിച്ചോളൂ. ശാപം കൊടുത്തു. ശാപം കിട്ടിയപ്പോൾ പ്രതിഗൃഹാമി തേശാപം. ഇവിടെ ചിത്രകേതുവും അതേപോലെയാണ്. ശാപം സ്വീകരിക്കാം, കുഴപ്പമില്ല. എവിടെ ജനിച്ചാലും എനിക്ക് ഭഗവാന്റെ പാദത്തിൽ ഭക്തിയാണ് വേണ്ടത് പ്രാർത്ഥിച്ചു ചെന്നു. ചെന്നപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു പാർവതിയോട്, കണ്ടോളൂ വിഷ്ണു ഭക്തന്മാരുടെ മഹിമ. ശാപം കൊടുത്താലും വീണ്ടും തിരിച്ച് ശപിക്കില്ല, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് വിഷ്ണു ഭക്തന്മാരുടെ പെരുമ നീ മനസ്സിലാക്കണം. ഞാനും ഒരു വിഷ്ണു ഭക്തൻ തന്നെയാണ്. ഹ്യഹം ചെയ്വ അച്യുതപ്രിയ. ഞാനും ഒരു വിഷ്ണു ഭക്തനാണെന്ന് ഇവിടെ മഹാദേവൻ തന്നെ പറയുന്നു. അപ്പോൾ പാർവതി ദേവി പറഞ്ഞു, ആദ്യം വിഷ്ണുവിൻ്റെ ബന്ധം എനിക്കാണ്, വിഷ്ണുവിൻ്റെ സഹോദരി ഞാനാണ്. എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പോലും വിഷ്ണുഭക്തി ഉണ്ടാവാൻ കാരണം. പാർവതി ദേവി പറഞ്ഞു. ഇങ്ങനെ ഈ ചിത്രകേതു ഉപാഖ്യാനം രാവിലെ എന്നിട്ട് ആരാണ് പഠിക്കുന്നുവോ ഏതത് പ്രാതരുത്ഥായ ശ്രദ്ധയാ വാഗ്യത പഠേത്. മൗനത്തോട് ഈ ചിത്രകേതു ഉപാഖ്യാനം 6-ാമത്തെ സ്കന്ധത്തിൽ 14, 15, 16, 17 4 അധ്യായങ്ങൾ. ഇവർ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ 4 അധ്യായം വായിക്കുന്നവർക്ക് നല്ല സദ്ഗതി ഉണ്ടാവും, സദ്ഗതി കിട്ടും എന്നാണ് പറശ്ശിനി പറഞ്ഞുകൊണ്ട് ചിത്രകേതു ഉപാഖ്യാനം സമർപ്പിച്ചു. അതിനുശേഷം 49 കാറ്റുകൾ കൊണ്ടാണ് ഈ ലോകം സഞ്ചരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ 10 കാറ്റുകൾ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, നാഗം, കൂമം, കൃകലാസം, ധനഞ്ജയൻ, ദേവദത്തൻ. കൈ മടക്കാനും കാല് മടക്കാനും ശ്വാസം വലിക്കാനും അങ്ങനെ ഓരോരോ പ്രാണൻ്റെ കാരണമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ ശരീരം ഇങ്ങനെ മര്യാദയ്ക്ക് പോകുന്നു. അങ്ങനെ ലോകത്തിലും ചില കാറ്റുകൾ മഴയെ വരുത്തുന്നു, ചില കാറ്റുകൾ മഴയെ നിർത്തുന്നു, ചില കാറ്റുകൾ മേഘങ്ങളെ ചേർക്കുന്നു. ഇങ്ങനെ 49 കാറ്റുകളാണ്. മരുത്തുക്കൾ എന്നാണ് പേര്. അവരുടെ ഉത്പത്തി ഞാൻ ഇവിടെ പറയുന്നു. ദിതി എന്ന പേരുള്ള അസുരന്മാരുടെ അമ്മ എന്ത് ചെയ്തു? കശ്യപനോട് പ്രാർത്ഥിച്ചു, ഇന്ദ്രനെ കൊല്ലാൻ ഭാഗത്തിൽ എനിക്ക് ഉണ്ണി ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹം 1 കൊല്ലം അനുഷ്ഠിക്കേണ്ട ഒരു വ്രതം ഉപദേശിച്ചു. അത് ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ തന്നെ സഹായത്തിനായി വന്നു. കൂടുതൽ നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സന്ധ്യാസമയത്തിൽ ഉറങ്ങാൻ പാടില്ല, പിന്നെ മുട്ടുകാൽ ഇങ്ങനെ കട്ടിയിരിക്കാൻ പാടില്ല, സ്ത്രീകൾ തല ഇങ്ങനെ അഴിച്ചിട്ടിരിക്കാൻ പാടില്ല, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തൊക്കെ വേണ്ട പറഞ്ഞു അതൊക്കെ ചെയ്തു പോയി. കാരണം ഗർഭവതി ആയതുകൊണ്ട് സന്ധ്യാസമയത്തിൽ കാലും കെട്ടി തലയും അഴിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ അത് വ്രതത്തിൻ്റെ ഭംഗമായതുകൊണ്ട് ഇന്ദ്രൻ ശ്വാസം വലിക്കുമ്പോൾ ചെറിയ രൂപം സ്വീകരിച്ച് മൂക്ക് വഴി കൂടി ഉള്ളിലേക്ക് ചെന്നു. അവിടെ ഇരിക്കുന്ന ആ ശിശുവിനെ 7 കഷ്ണമാക്കി. ആ കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. മാറുത മാറുത കരയണ്ട പറഞ്ഞ് വീണ്ടും ഓരോരോ കഷ്ണങ്ങളെയും 7 കഷ്ണമാക്കി. മാറുത കരയണ്ട പറഞ്ഞ് മാറുത പറഞ്ഞുകൊണ്ടാണ് അവർക്ക് മരുത്തുക്കൾ എന്ന് പേര് വരാൻ, മാരുതന്മാരുടെ പേര് വരാൻ കാരണം. ആ മരുത്തുക്കളുടെ പുത്രനായതുകൊണ്ടാണ് മാരുതി എന്ന് ഭഗവാൻ ഹനുമാൻ സ്വാമിക്കും പേര് വരാൻ കാരണം. അങ്ങനെ അവർ 49 ഉണ്ണികളായി. ജനിക്കുമ്പോൾ ആ കുട്ടികളോടൊപ്പം ഇന്ദ്രനും പുറത്തു വന്നു. അപ്പോൾ ദിതി ചോദിച്ചു, ഏകസങ്കൽപ്പിത പുത്ര സപ്തസപ്താഭവൻ കഥം. ഒരു ഉണ്ണിക്ക് വേണ്ടിയാണ് ഞാൻ സങ്കല്പിച്ചിരുന്നു, 49 ഉണ്ണി എങ്ങനെ ഉണ്ടായി? അപ്പോൾ ഇന്ദ്രൻ സത്യം പറഞ്ഞു, അമ്മേ ഞാനാണ് ആ ഉണ്ണികളെ കഷ്ണമാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭഗവാന്റെ പൂജയുടെ മഹിമ എന്തു പറയട്ടെ, മഹാപുരുഷ പൂജായാഹ സിദ്ധിഹി കാപി അനുഷംഗിനി. ആ ഭഗവാന്റെ പൂജയുടെ മഹിമ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒരു ഉണ്ണി ഇപ്പോൾ 49 ഉണ്ണികളായി മാറി. സത്യം പറഞ്ഞപ്പോൾ ദിതിക്ക് സന്തോഷമുണ്ടായി.
എന്ന് പറഞ്ഞു, ഈ ഉണ്ണികളെ എൻ്റെ സഹോദരന്മാരെ സ്വീകരിച്ചോളൂ. എന്തായാലും അസുരന്മാരായിട്ട് ഇരുന്നാൽ എന്താവും, ദേവന്മാർ കൊല്ലും. ദേവന്മാരോട് ചേർന്നാൽ ജീവിച്ചിരിപ്പുണ്ടാവും. അപ്പം അമ്മമാർ എന്ത് ചെയ്യും, എൻ്റെ ഉണ്ണി എൻ്റെ അടുത്ത് ഇരുന്ന് നശിക്കുമെങ്കിൽ വേണ്ട, വേറെ ആളുടെ അടുത്ത് നിന്ന് സുഖമായിട്ട് ജീവിക്കുമെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ. അതാണ് അമ്മയുടെ സ്വഭാവം. അതുകൊണ്ട് ദേവന്മാരുടെ കൂട്ടത്തിൽ ചേർന്നോളും, അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ടാണ് അവർക്ക് മർത്തുക്കൽ എന്ന് പേര് വരാൻ കാരണം. ഈ കഥയുടെ മഹിമ ഇവിടെ പറയുന്നു ഭട്ടത്രി. ദുഷ്ടാശയേപി ശുഭദൈവ ഭവൻ നിഷേവ. അടുത്തവരെ നശിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഭഗവാനെ ആശ്രയിച്ചാൽ അവർക്കും നല്ല ബുദ്ധി ഉണ്ടാവും. അതാണ് ഈ കഥയുടെ മഹിമ. പിന്നെ ഈ അതിഥി അനുഷ്ഠിച്ച പുംസവന വ്രതം എങ്ങനെ ചെയ്യണം അതും കൂടി പറഞ്ഞുകൊണ്ടാണ് 6-ാമത്തെ സ്കന്ധം സമർപ്പിച്ചു.